കുറച്ച് വർഷങ്ങളുടെ ഗ്യാപ്പിനൊക്കെ ശേഷം കസിൻസ് എല്ലാവരും കൂടിയിട്ട് ഒരു വണ്ടിയൊക്കെ വാടകയ്ക്ക് എടുത്ത് ഞങ്ങൾ വയനാട്ടിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. കുറേ കാലമായിട്ട് പ്ലാൻ ചെയ്ത ഒരു ട്രിപ്പായിരുന്നെങ്കിലും ഈ ഒരു വർഷമാണ് നമുക്കിത് നടപ്പിലാക്കാൻ പറ്റിയത്. പിന്നെ 2 ദിവസത്തെ ഒരു ട്രിപ്പായിരുന്നു. അപ്പോൾ ഞങ്ങൾ നാട്ടിലെത്തിയ അതേ ദിവസം രാത്രി തന്നെ ഞങ്ങൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു ഒരു 11 മണിയോട് കൂടിയിട്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമുക്കൊരു ഏർലി മോർണിംഗോട് കൂട്ടിയിട്ട് വയനാട് റീച്ച് ആവുകയാണെങ്കിൽ നമുക്ക് ഈ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ പോയിട്ട് നമുക്ക് മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ്. ഏർലി മോർണിംഗ് പോയി കഴിഞ്ഞാൽ സാധ്യത കൂടുതലായിരിക്കുമല്ലോ. അപ്പം അങ്ങനെ വിചാരിച്ചിട്ടാണ് നേരത്തെ ഇവിടെ എത്തിയത്. ടിക്കറ്റ് ഓപ്പൺ ആയ ഉടനെ നമുക്ക് തന്നെ ഫസ്റ്റ് പോയി ടിക്കറ്റൊക്കെ എടുക്കാൻ പറ്റി കേട്ടോ. അത്ര തിരക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അങ്ങോട്ട് തിരക്ക് കൂടുന്നു തോന്നണു. നമ്മൾ കറക്റ്റ് ടൈമിലായിരുന്നു അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ബസ്സാണ്. ആ ബസ്സിൽ നമുക്ക് ടിക്കറ്റ് സീറ്റ് നമ്പർ വരെ ഉണ്ട്. അപ്പോൾ അതിൽ കയറി ഇരുന്നാൽ നമുക്ക് ഈ ഒരു കാട്ടിൽ നമ്മളെ കൊണ്ടുപോകും. ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി പെട്ടെന്ന് മൃഗങ്ങളെയൊക്കെ കാണുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി ഒന്ന് നിർത്തി തരും കേട്ടോ. അപ്പോൾ ഇതേ ആനേനെ കണ്ടപ്പോൾ ഇതുപോലെ വണ്ടി നിർത്തി. പക്ഷേ ഇത് ഉൾക്കാട്ടിലുള്ള ആനയല്ല എന്ന് നമുക്ക് പിന്നീട് മനസ്സിലായി. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ പതുക്കെ വണ്ടി ഇങ്ങനെ വിട്ടുപോയി. സൺറൈസിൻ്റെ ആ സമയമായതുകൊണ്ട് കറക്റ്റ് ഒരു സീൻ നല്ല രസമായിട്ട് തോന്നി. പിന്നെ മോസ്റ്റ്ലി എവിടെ നോക്കിയാലും കാണുന്നത് ഈ മാനുകളായിരുന്നു. അപ്പോൾ 2 സൈഡ് കൂടിയും നമുക്ക് മാക്സിമം കാണാൻ പറ്റുമല്ലോ. പിന്നെ ഇത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമ്മളെപ്പോഴും വണ്ടി പോകുന്നൊരു റൂട്ടായതുകൊണ്ട് കാര്യമായിട്ട് നമുക്ക് മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആനയും പിന്നെ മാനുകളും ഒക്കെ തന്നെ ഉള്ളൂ നമുക്ക് ശരിക്കും കാണാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരൊന്നും അങ്ങനെയൊന്നും പെട്ടെന്ന് അടുത്തേക്ക് വരുന്ന ടൈപ്പേ അല്ലല്ലോ. നമുക്കറിയാം. അതിപ്പോൾ ഉൾക്കാടാണെങ്കിൽ ഓക്കെ, നമ്മൾ നടന്നൊക്കെ പോയി കഴിഞ്ഞാൽ ശബ്ദമില്ലാത്തതുകൊണ്ട് നമുക്ക് സാധ്യത ഉണ്ടെന്നെങ്കിലും പറയാം. നമുക്കിവിടെ ആകെ കാണാൻ പറ്റിയത് ഈ ഒരു മയിലിനെ നന്നായിട്ട് കണ്ടു. പിന്നെ മാനുകൾ നിറച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആനേനെയും കാണാൻ പറ്റി. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അല്ലാതെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാട്ടിൽ മറ്റു മൃഗങ്ങളും ഉള്ളതാണ്. പക്ഷേ നമുക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല ഇപ്രാവശ്യം. അത് നമുക്ക് കോമൺ സെൻസ് വെച്ചിട്ട് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ പെട്ടെന്നൊന്നും പിടിതരുന്ന ആൾക്കാരല്ല അവരെന്നുള്ളത്. അങ്ങനെ നമ്മളിത് ഈ മെയിൻ റൂട്ടിൽ കയറി. മെയിൻ റൂട്ടിൽ നിന്നാണ് നമ്മൾ തിരിച്ച് നമ്മളെ എവിടെ നിന്നാണോ കയറി അവിടെ കൊണ്ട് ആക്കുക. അപ്പോൾ ആ പോണ വഴിയിലും ആനകളെ ഇങ്ങനെ കാണാൻ പറ്റിയിട്ടോ നമുക്ക്. അതൊരു സ്ഥിരം ഒരു സീനാണ് ഇവിടുത്തെ. എന്നിട്ട് അവിടുന്ന് നമ്മൾ നേരെ റൂമിലേക്കാണ് പോയത്. റൂമിൽ നിന്നൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. സാധാരണ ഒരു സെറ്റപ്പായിരുന്നു. റിസോർട്ടോ അങ്ങനെയൊന്നുമല്ല. കാരണം നമ്മൾ അവിടെ താമസിക്കുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കിടക്കണു, അത്രയല്ലേ ഉള്ളൂ. അല്ലാതെ നമ്മളവിടെ എൻജോയ് ചെയ്യാൻ പോകണമല്ലോ. മാക്സിമം സ്ഥലങ്ങൾ കവർ ചെയ്യണം എന്നുള്ളതാണ് നമ്മളുടെ ഒരു ലക്ഷ്യം. അപ്പോൾ ആ പ്ലാൻ പ്രകാരം നോക്കുമ്പോൾ നെക്സ്റ്റ് നമ്മൾ എടയ്ക്കൽ കേവിലേക്കാണ് പോകുന്നത്. കുളിച്ച് റെഡിയായി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ എടയ്ക്കൽ കേവിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഈ വയനാടാണെങ്കിൽ ആദ്യമായിട്ടാണ് വരണേ. എനിക്ക് ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും അറിയൊന്നുമില്ല കേട്ടോ. എവിടെയാണ് സ്ഥലങ്ങളെന്നോ എടയ്ക്കൽ കേവിൽ എന്താണ് കാണാനുള്ളതെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. ആസ് യൂഷ്വൽ ഞാൻ അധികം സെർച്ച് ചെയ്യാനും പോയില്ല. നമുക്ക് വരുന്ന സമയത്ത് കാണാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. അങ്ങനെ എടയ്ക്കൽ കേവിൻ്റെ അവിടെ വന്നപ്പോഴാണ് ഭയങ്കര ഒരു പാർക്കിംഗ് തന്നെ, ഒരു 3-4 പാർക്കിംഗ് ഒക്കെയുള്ള വലിയൊരു ഏരിയ ആണ് കേട്ടോ. അവിടെ എത്തി. പിന്നെ നമ്മൾ വെയിലായിരുന്നു, മെയ് ആണല്ലോ, മഴയോ അങ്ങനെയൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പിന്നെ വയനാടാന്ന് വിചാരിച്ചിട്ട് അവിടെ ഒന്നും വലിയ തണുപ്പൊന്നും ഇല്ല കേട്ടോ. ഏതൊരു മന്തിൽ പോയാലാണ് തണുപ്പുണ്ടാവുമെന്ന് എനിക്കും അറിയില്ല. എൻ്റെ കൊളീഗ്സൊക്കെ ഒരു ജാനുവരി ഫെബ്രുവരിയിൽ പോയപ്പോഴും ചൂട് തന്നെയായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കറിയില്ല എപ്പോഴായിരിക്കും തണുപ്പുണ്ടാവുകയെന്ന്. ഞങ്ങൾ പോയപ്പോഴും നല്ല ചൂടായിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം തൊപ്പി, കൊട, സൺസ്ക്രീനൊക്കെ വെച്ചിട്ട് പോയെന്നാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഞങ്ങൾ കയറാൻ തുടങ്ങി. അത് ഇപ്പോൾ എത്തും എന്നാണ് എൻ്റെ വിചാരം. ഇത്രയും ദൂരം നടക്കണമെന്നൊന്നും എനിക്കും അറിയണ്ടായിരുന്നില്ല. പിന്നെ കുട്ടികളൊക്കെ അവരുടെ കസിൻസ് കൂടെ ഉള്ളതുകൊണ്ടും അവർ സംസാരിച്ച് എൻജോയ് ചെയ്ത് നടക്കണോണ്ടുമാണ് അവർ വരാൻ സമ്മതിച്ചതെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. ഇല്ലെങ്കിൽ ഇപ്പം ഞങ്ങൾ ഒറ്റയ്ക്ക് പോകുമായിരുന്നെങ്കിലൊന്നും ഈ കണ്ട ദൂരമൊന്നും അവർ നടക്കുകയില്ല. ഭയങ്കര പരാതി പറച്ചിലും കരച്ചിലും വീഴ്ചയിലും പകുതിക്ക് വെച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്നേനെ. ഞങ്ങൾ പോകുന്ന വഴിക്കൊക്കെ ചില ആൾക്കാർ പകുതിക്ക് വെച്ച് തിരിച്ചു വരുന്നുണ്ടായിരുന്നു നടക്കാൻ പറ്റാതെ. കാരണം ആർക്കും ഇതിൻ്റെ ഒരു ദൂരമൊന്നും മനസ്സിലാക്കിയിട്ടല്ലല്ലോ വരുന്നത്. നടക്കും തോറും ഇങ്ങനെ കൂടി വരണ പോലെയാണ് എനിക്ക് തോന്നണേ. കാടായതുകൊണ്ടും പിന്നെ കുറച്ച് നമുക്കൊരു സമാധാനം. അത്ര ഭയങ്കര ഒരു പൊള്ളുന്ന വെയിൽ ഉണ്ടാവില്ല, ഒരു കാറ്റൊക്കെ ഉള്ളതുകൊണ്ട്.
പോകുന്ന വഴിക്കെല്ലാം മറ്റേ പ്ലാവുകളായിരുന്നു, ചക്ക, പിന്നെ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നിറച്ച്. അങ്ങനെ നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞ് ജോളിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ പോകുമ്പോൾ നമുക്ക് ബോറടിക്കില്ല. നമ്മളൊക്കെ 2 പേരോ 4 പേരോ ഒക്കെ ആയിട്ട് ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കാന്നല്ല, നടക്കാനൊന്നും പറ്റില്ല, നമുക്ക് ഒരു മടുപ്പ് തോന്നും. ഇതിപ്പോൾ കസിൻസിൻ്റെ കൂടെ ആയതുകൊണ്ട് നമുക്കിത് ക്ഷീണങ്ങളൊന്നും അറിഞ്ഞില്ല. നമ്മളങ്ങനെ സംസാരിച്ച് ആ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ എന്നാൽ ഞാൻ വിചാരിച്ചു ശരി ഇത്രയേ ഉള്ളൂ, ഇനി കുറച്ചല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ കളി ഇവിടുന്നാണ് തുടങ്ങാൻ പോകുന്നത് എന്ന് പറയണ പോലെ ഇതുവരെ കയറിയതൊന്നൊരു കയറ്റേ അല്ല എന്ന് മനസ്സിലായി. അവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം ഓൾറെഡി മുകളിൽ പോയ ആൾക്കാർ കുറച്ച് പേരെങ്കിലും തിരിച്ചു വന്നാലേ മുകളിലേക്ക് കയറ്റി വിടുള്ളൂ എന്ന്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരു കുത്തനെയുള്ള സ്റ്റെപ്പുകളും പാറയുടെ ഇടയിൽ കൂടെയുള്ള നടത്തവും, അതിൻ്റെ ഇടയിൽ ആൾക്കാർ ലൈനൊന്നും പാലിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കയറുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇക്കണ്ട ദൂരമൊക്കെ ഇങ്ങനെ ഇവിടെ വന്നപ്പോഴും എനിക്കറിയില്ല കേട്ടോ ഇതിൻ്റെ ഒരു ഡെപ്ത് എങ്ങനെയാണെന്നുള്ളത്, എത്ര കയറണമെന്നോ എന്താണ് കാണാനുള്ളതെന്നൊന്നും എനിക്കും ഒരു വിവരമില്ല. ഞാൻ ആ ഒരു ഓളത്തിനനുസരിച്ചിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണമെന്നേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ എല്ലാവരും സംസാരിച്ച് പോകുമ്പോൾ നമുക്കൊന്നും അറിയില്ല. പിന്നെ ഇവിടെയൊക്കെ പിന്നെയും കുറച്ച് തണലൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ കുറേ വെയിറ്റ് ചെയ്തു കേട്ടോ, നല്ല വെയിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഇടുങ്ങിയ വഴികളാണ്, നമ്മൾ ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ വീഴാനൊക്കെ നല്ല സാധ്യതയുണ്ട്. നമ്മൾ വീഴാൻ മാത്രമല്ല, കാല് എന്തെങ്കിലും ഇടയിൽ പോവുകയോ അല്ലെങ്കിൽ ഫോണൊക്കെ പോയി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാനുള്ള സാധ്യതയൊക്കെ കുറവായിരിക്കും തോന്നുന്നു. അതുകൊണ്ട് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചായിരുന്നു എടുക്കണ്ടായിരുന്നേ. ഇവിടെ എത്തിയപ്പോൾ എനിക്ക് മഞ്ഞുമൽ ബോയ്സിൻ്റെ ഒക്കെ ഒരു ഓർമ്മ വന്നു കേട്ടോ. ഞാൻ സിനിമയിൽ മാത്രമേ കൊടൈക്കനാലിൽ ആ ഒരു ഭാഗം കണ്ടിട്ടുള്ളൂ. പിന്നെ തിരുവല്ലാമലയിൽ പുനർജനിയൊക്കെ അറിയണവർക്ക് ആ ഒരു ഫീലും എനിക്ക് കിട്ടി കേട്ടോ, ആ ഒരു പാറക്കെട്ടുകൾ കാണുമ്പോൾ. ഇവിടുന്ന് ഇനിയും പോകാനുണ്ടെന്ന് പിന്നെയാണ് മനസ്സിലായത്. അങ്ങനെ സ്റ്റെപ്പ് കയറി അവസാനം നമ്മൾ ആ ഒരു ഭാഗത്തെത്തി. ഇതാണ് മെയിനായിട്ടുള്ള ഒരു ഏരിയ. ഇവിടെയാണ് ആ ഒരു കേവ് പെയിൻറ്റിങ്ങൊക്കെ ഉള്ളത്. അവിടെ ഒരാൾ നമുക്കിതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു ഗ്രൂപ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും ഈ ഒരു സ്ഥലത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട്. കുട്ടികളൊക്കെ ഭയങ്കര ശ്രദ്ധിച്ചിങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു ആൾ പറയുമ്പോൾ. അപ്പോൾ ഇത് 1890-ലൊക്കെയാണ് അത്ര ഇത് പുറം ലോകം ഇത് കാണുന്നതൊക്കെ. അതും ബ്രിട്ടീഷുകാരുടെയൊക്കെ ഒരു സമയത്തായിരിക്കും ഇത് പുറത്തേക്ക് വന്നത്. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് ഇത് സൂക്ഷിക്കാനൊക്കെ തീരുമാനിക്കണത്, സംരക്ഷിക്കണ ഒരു ഏരിയ ആയിട്ട് മാറ്റിയത്. പിന്നീട് അത് ടൂറിസ്റ്റ് ഏരിയ ആയിട്ട് മാറി. അങ്ങനെയുള്ള ഓരോ ചെറിയ ഡീറ്റെയിൽസ് നമുക്ക് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് പതുക്കെ ഇറങ്ങി ഇറങ്ങാൻ പിന്നെ കുറച്ച് എളുപ്പമായിട്ട് തോന്നുമല്ലോ. അങ്ങനെ വന്ന് വെള്ളമൊക്കെ കുടിച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ പതുക്കെ അവിടുന്ന് ഇറങ്ങി. നേരെ നമ്മൾ ലഞ്ചിനായിട്ട് പോയത്, അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. നല്ല ബിരിയാണി കഴിച്ചു. ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടുന്ന് പതുക്കെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് പറയുന്നത് എനിക്ക് മൂന്നാറാണ്. കാരണം എനിക്ക് തേയിലത്തോട്ടത്തിൽ എനിക്ക് എന്തോ ഒരു കൈവശം തന്നിട്ടുണ്ടാരോ. തേയിലത്തോട്ടം എവിടെ കണ്ടു കഴിഞ്ഞാലും എനിക്ക് എന്താണെന്നറിയില്ല ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് ഈ ഒരു ഏരിയയിലേക്ക് വന്നപ്പോൾ എനിക്ക് അതേപോലത്തെ ഒരു സന്തോഷം ഫീൽ ചെയ്തു. നമ്മൾ വന്നിരിക്കുന്നത് 900 കണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലത്തേക്കാണ്. അതായത് നമ്മളിവിടെ റോഡിൻ്റെ സൈഡിൽ വണ്ടി നിർത്തിയിട്ട് ഇവിടെ നിറച്ച് മഹേന്ദ്രയുടെ ഈ ടൈപ്പ് ജീപ്പുകളുണ്ട്. ഈ ജീപ്പിലാണ് നമ്മളതിനെ കൊണ്ടുപോവുക. അതൊരു വല്ലാത്ത കടുകട്ടി വഴിയാണ്. പോയ ആൾക്കാർക്ക് അറിയായിരിക്കും. കുലുങ്ങി കല്ലിൻ്റെയും മണ്ണിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ ഈ വണ്ടി ഓടിച്ച് പോവുക. പക്ഷേ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനേ പറ്റിയില്ല. കാരണം നമ്മൾ പിടിച്ചെടുത്തില്ലെങ്കിൽ നമ്മളുടെ ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം കൂടിയിട്ട് ഒരു ചപ്പാത്തി കുഴച്ച പോലെ ആയിരിക്കും പിടിച്ചിരുന്നില്ലെങ്കിൽ എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഫോണും എല്ലാ സംഭവം കൂടെ എടുത്ത് ഞാൻ ബാഗിൻ്റെ ഉള്ളിൽ വെച്ചു. അങ്ങനെയാണ് നമ്മൾ ഒരു വിധത്തിൽ ജീവന് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇവിടെ എത്തിച്ചേരാൻ പറ്റിയത്. പല ആൾക്കാർക്കും അത് രസമായിരിക്കും കേട്ടോ. എനിക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുറച്ച് എൻജോയ്മെൻറ്റും ഉണ്ടെങ്കിൽ പോലും ഇവിടെ ഒരു പാർക്ക് പോലെയാണ്. കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് നമുക്ക് ചെയ്യാനുള്ളത്. നമ്മളെ കൊണ്ടുവന്ന ജീപ്പ് നമ്മൾ വരണ വരെ വെയിറ്റ് ചെയ്യും കേട്ടോ. 1 മണിക്കൂറോ 2 മണിക്കൂറോ അങ്ങോട്ടാണ് നമ്മൾക്ക് ടൈം തന്നത്. ആ സമയത്തിനുള്ളിൽ നമ്മളെല്ലാ ആക്ടിവിറ്റീസും ചെയ്ത് തീർത്തിട്ട് തിരിച്ചു വരണം. അങ്ങനെ അതേ ഫസ്റ്റ് ഇതുപോലത്തെ ആക്ടിവിറ്റീസ് ആട്ടോ, അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാവർക്കും ടിക്കറ്റൊക്കെ എടുത്തു. ഓരോരുത്തരും ഓരോ വഴിക്ക് തിരിഞ്ഞു. കാരണം ഒരേ സ്ഥലത്ത് നമ്മൾ ക്യൂ നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഓരോരുത്തരും ഓരോ സ്ഥലത്ത് പോയിട്ട് നിൽക്കാമെന്ന് തീരുമാനിച്ചു. ഫസ്റ്റ് നമ്മൾ പോയത് അവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു.
അപ്പോൾ ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ് ആദ്യം പോയത്. അവിടെ തന്നെ ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. നിറച്ച ആൾക്കാരിങ്ങനെ ബ്രിഡ്ജിൽ കയറി നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ പേടികളായിരുന്നു. ഈശ്വര, ഇത്രയും പേരിനെയൊക്കെ താങ്ങുമോ ഇത്? നല്ല ആഴമുള്ളതാണ്. വ്യൂ ഭയങ്കര അടിപൊളി വ്യൂ ആയതുകൊണ്ട് വേണ്ടാന്ന് വെക്കാനും പറ്റില്ല. നല്ല കോടമഞ്ഞൊക്കെ നിറഞ്ഞ് നല്ല ഇതുപോലൊന്നല്ല, വീഡിയോയിൽ കാണുന്നേക്കാട്ടി നമുക്ക് കാണുമ്പോൾ നല്ല ഒരു രസമുള്ളൊരു കാഴ്ചയായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഓരോരോ ഫാമിലിയായിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിലും ആൾക്കാരിങ്ങനെ കുത്തിത്തിരികലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അവിടെ ആകെ 2 പേരേ ഉള്ളൂ ഇതൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതും ചെറിയ കുട്ടികളാണ് എല്ലാവരും. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അതിന് ശേഷം ഓരോരോ ആക്ടിവിറ്റീസ് തുടങ്ങാമെന്ന് തീരുമാനിച്ചു. അപ്പോഴേക്കും മഴ തുടങ്ങി. നമുക്ക് വിചാരിച്ച പോലെ എൻജോയ് ചെയ്യാൻ ശരിക്കും ഈ ഒരു സ്ഥലത്ത് പറ്റിയില്ല എന്ന് പറയാം. കാരണം ഇപ്പം തന്നെ ചെറിയ ചെറിയ ചാറൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കിത്തുവിന് അച്ഛനും ചേച്ചിയൊക്കെ ഇത് ചെയ്യുന്ന കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് ഇത് ചെയ്യണം, ഞാൻ അഡ്വഞ്ചറസ് ആയിട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് അവളുടെ ഡ്രസ്സ് ഫ്രോക്ക് ടൈപ്പ് ആയിരുന്നു. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് അവൾക്ക് പിന്നെ എന്തൊരു അൺകംഫർട്ടബിൾ ഫീലിംഗ് ആണെന്ന് പറഞ്ഞിട്ട് അവൾ പോയില്ല. അത് കഴിഞ്ഞ് വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പോകാമെന്ന് വിചാരിച്ചപ്പോഴേക്കും ഭയങ്കര മഴ. ഞാൻ മഴയൊന്നും വീഡിയോ എടുത്തില്ല, കാരണം ഫോണൊക്കെ നനയുമെന്ന് വിചാരിച്ച് ഞാൻ എടുത്ത് ബാഗിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ചെറിയ ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് നമ്മൾ തിരിച്ച് ഇതേ റൂട്ട് തന്നെ കേട്ടോ, ഇതേ വണ്ടിയിൽ തന്നെ നമ്മളെ തിരിച്ച് നമ്മളെ ബസ്സിൻ്റെ അവിടെ കൊണ്ടാക്കും. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ഡേയിൽ നമ്മൾ ഈ ഒരു 3 സ്ഥലങ്ങളാണ്, ഒന്ന് മുത്തങ്ങ, പിന്നെ ഒന്ന് എടയ്ക്കൽ കേവ്സ്, ലാസ്റ്റ് തൊള്ളായിരംകണ്ടി. ഈ ഒരു 3 സ്ഥലങ്ങളാണ് നമ്മൾ കവർ ചെയ്തത്. ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ നിർത്താം. അടുത്ത ദിവസത്തെ ഞങ്ങളുടെ കറക്കങ്ങളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ.